പറഞ്ഞ വാക്കിലേക്ക് പോകാൻ ഈ കേട്ടതായ പലരുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ യജമാനെ തന്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്തന്മാരെ വിളിച്ച് അവർക്കൊക്കെ താലത്തിൽ നിന്ന് ആ കാലത്ത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒരുവന് 5 താലം നൽകി, മറ്റൊരുവന് 2 താലം നൽകി, മൂന്നാമത്തെ ആളിന് 1 താലം. പക്ഷെ അവരുടെ 3 പേരോട് പറഞ്ഞ നിങ്ങൾ ഇത് വ്യാപാരം ചെയ്യണമെന്ന് പറഞ്ഞു. തന്നെ ഇവരോട് പറഞ്ഞു വ്യാപാരത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മള് വലിയ പ്രസംഗങ്ങൾ കേട്ടു, പക്ഷെ എന്താ പ്രസംഗിച്ചത് മനസ്സിലാവുന്നില്ല എങ്കിലൊക്കെ ചെറിയ പ്രസംഗമാണെങ്കിലും വലിയ പ്രസംഗമാണെങ്കിലും എന്താണ് പറഞ്ഞത് മനസ്സിലാക്കാറുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം. അപ്പോ ഈ 3 പേരും അവരുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നതായ ആ താലന്തുകൾ കൃത്യമായ തലത്തിൽ വ്യാപാരം ചെയ്യാനായിട്ട് കൊടുത്തവൻ അവരോട് പറയുക. ശരിക്കും പറഞ്ഞാല് ഈ യജമാനന് പക്ഷപാതമാണോ? ഇവര് 3 പേരും വീട്ടിലുള്ള സ്ഥിരം പുള്ളിയാണ്. അവരോടൊരു വേർതിരിത്തെ കാണിച്ചതുപോലെ നമുക്ക് തോന്നുന്നില്ല. ചിന്തിക്കാൻ വേണ്ടിയാണ് വേർതിരിത്തെ കാണിച്ചത്. ഒരാളിനോട് പ്രത്യേക ഒരു പരിഗണന വെച്ചിട്ട് എനിക്ക് 5 താലം കൊടുക്കും, മറ്റേ ആളിന് അത്രയൊന്നും കൊടുക്കാതെ കുറച്ചുകൂടെ താഴെ വന്ന് 2 കൊടുക്കും, മറ്റൊരു 3 കൊടുക്കും. പക്ഷെ 5 കിട്ടിയ ആള് നന്നായിട്ടത് വ്യാപാരം ചെയ്തു. 2 കിട്ടിയ ആൾ നന്നായിട്ട് വ്യാപാരം ചെയ്തു. ഇവര് 2 പേരും വ്യാപാരം ചെയ്തതിന് പിന്നിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, 5 താലന്ത് കിട്ടിയ ആള് വളരെ ഉത്സാഹത്തോടുകൂടി വ്യാപാരം ചെയ്യും. കാരണം എന്താ ചോദിച്ചാല് കൂട്ടത്തിൽ ഏറ്റവും കൊള്ളാവുന്നവനായതുകൊണ്ടാണ് തനിക്ക് 5 കൊടുത്തത്. അതുകൊണ്ട് മനസ്സ് നന്നായിട്ട് ചെയ്ത് തെളിഞ്ഞിട്ടില്ല. ആ നിലയിൽ തന്നെ വ്യാപാരം ചെയ്യും. വ്യാപാരം ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ വ്യാപാരം ചെയ്യുന്നത്. ഒന്നാമത്തെ ആളിന് ഗുണമാണ്. 2ാമത്തെ ആളിന്റെ കാര്യം നോക്കുകയും 2ാമത്തെ ആളിന് വേണമെങ്കിൽ ഒരു മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. മടുപ്പ് തോന്നാൻ എന്നാലും അവൻ 5 കൊടുത്തു, എനിക്ക് 2 അല്ലേ തന്നുള്ളൂ, അല്ലെങ്കിൽ തന്നെ 2 കൊണ്ട് എന്തോ എടുക്കാൻ ഒരു മടുപ്പിനുള്ള സാധ്യതയെല്ലാം മുൻപിൽ ഉണ്ട്. പക്ഷേ തനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്നൊരു ചിന്ത തന്നെ രീതിയിൽ അങ്ങനെ ഭരിച്ചിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഈ 2 എന്ത് ചെയ്യുന്നു വ്യാപാരം ചെയ്തു. മലയാള സിനിമയുടെ ഇതിഹാസ നായകനുമായ സൂപ്പർ സ്റ്റാർ പത്മഭൂഷൺ മോഹൻലാൽ മുഖ്യമന്ത്രിയായിരുന്നു. ആ 1 താലന്ത് കിട്ടിയതായ മനുഷ്യനെ പോലെ ഒരു താലന്ത് കിട്ടിയ മനുഷ്യൻ എന്താ പറ്റി? തൃപ്തനല്ലാതെ പോയെന്നല്ലേ, അല്ലേ? എനിക്ക് സന്തോഷമില്ലാതെ പോയി. താൻ കൊടുത്ത യജമാനെ എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തി. നോക്കെ അവൻ 5 കൊടുത്തു, മറ്റവന് 2 കൊടുത്തു, എനിക്ക് തന്നത് കണ്ടില്ല. ഞാൻ ഇതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചിന്തയിൽ നമ്മൾ കേട്ടിട്ടുള്ള പദമാണ്, ചിന്തയാണ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഈ പാസ്റ്റർ സംസാരിച്ചുകൊണ്ട് കൂടിയതും കൂടി ഞാൻ പറഞ്ഞത് നന്നായിട്ട് ആ പാസ്റ്റർ കുറച്ച് സമയം കൊടുക്കുന്നു. പേടിയുണ്ടാകുന്ന സമയം കൊടുക്കാതിരിക്കും. എനിക്ക് ആ ചിന്തകൾ വളരെ എന്നെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഈ നന്മകള് അധികം കിട്ടുമ്പോ ഭയങ്കര സന്തോഷം, ഓടി നടന്ന് വ്യാപാരം ഇല്ലേ?
കുറയുമ്പോൾ അത്ര ഉത്സാഹം കുറയും. അതാണ് 5 1 തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ദൈവം നമുക്ക് തരുന്നത് എന്താണ്? എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? ചില താലന്തുകൾ നൽകാൻ വേണ്ടിയാണ്, അല്ലേ? ചില താലന്തുകൾ ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ? പക്ഷെ ആ താലന്തുകൾ എങ്ങനെയുള്ള താലന്തുകൾ നമ്മൾ ചിന്തിക്കുന്നത് സമയം ദൈവം തന്ന താലന്ത് 5 താലന്ത് നമുക്ക് തരികയാണ്. എന്തൊക്കെയാ തന്നെ? മുട്ടുവേദന തന്നു, വയറുവേദന തന്നു, തലവേദന തന്നു, പിന്നെ അത്യാവശ്യം മൂക്കട തന്നു. ദൈവം അങ്ങനെ തരും. ദൈവം തരുവാണ് എന്നോ തരണം. സന്തോഷം തരണം, സമാധാനം തരണം, പണം, സമൃദ്ധി തരണം, വീട്, കുഞ്ഞുങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകേണ്ട വീസ തരണം. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ മക്കളെ എല്ലാം ഇങ്ങോട്ട് അയക്കാൻ പോവാ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, രോമാഞ്ചം. എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് ദൈവത്തിന്റെ ദാസരെ നിങ്ങളുടെ മകളെ ഇപ്പോ യൂസിലേക്ക് ദൈവം അയക്കാൻ പോവാ എന്ന് പറയുന്നത് നമുക്ക് എന്തോ വരും? ഒരു ഭയങ്കര രോമാഞ്ചം, ഒരു ഭാഷ പറയാനുള്ളൊരു മോഹവും. പക്ഷെ എന്താ സത്യത്തിൽ പറഞ്ഞ ആ പാട് പറഞ്ഞ എന്തുവാ? ഞാൻ കഴിഞ്ഞ പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ നിങ്ങളുടെ മകളെ അടിമയാകാൻ പോവാന്നാണ്. നമുക്ക് അറിയാതെ പോകുന്നോന്ന് എനിക്കറിയില്ല. സ്വദേശത്ത് പറഞ്ഞാൽ കഴിയാതെ പോവാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബോധം ചെയ്യേണ്ടി. പക്ഷെ നമ്മൾ ഈ ദൂത് കേൾക്കുന്നത് എങ്ങനെ കേൾക്കുന്നത്? ഇത് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എന്തോ തന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. അതൊരു അനുഗ്രഹമാണ്. ഭൂമിയിലെ മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ ചില നന്മകളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ സ്വദേശം വിട്ടു പോകേണ്ടി വരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമല്ല, അത് പ്രവാസമാണ്. ഞാൻ ശേഖരം കണ്ടു. എനിക്ക് പറയുന്ന സാഹചര്യം പറഞ്ഞു പോകുന്നു. ബുധനാഴ്ച ശേഖരമായിട്ട് ഉച്ച കഴിഞ്ഞ് സംസാരിച്ചു. അപ്പോ മരണം സംബന്ധിച്ച കാര്യത്തെ കുറിച്ച് ദുനിയാന്റെ കാര്യമാണ്. ഞാൻ ശേഖരം രാജ്യം പറഞ്ഞു, ചത്ത് കഴിഞ്ഞ് മോർച്ചറി വെച്ചിട്ട് മക്കൾ വന്ന് കണ്ടിട്ട് എന്തോ ഗുണമുണ്ട്, മരിക്കുവാണെങ്കിൽ മക്കളെ കൂടെ എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു. ബുധനാഴ്ച സേവ കഴിഞ്ഞാൽ എന്നിട്ട് പറയുക, മകളുടെ ഇടമ്പിലിരുന്ന മരിച്ചേ. അപ്പുറത്തെ സീറ്റിൽ നിന്നെത്തി ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഈ അനുഗ്രഹമല്ല യഥാർത്ഥമായ അനുഗ്രഹം. നമ്മൾ അംഗീകരിക്കും. ഇത് വേണ്ടേ? ഈ മണ്ണിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ലോകേ പറ്റൂ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകരുതെന്നോ നന്മ പ്രാപിക്കരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതെല്ലാം ദൈവം നൽകുന്നതാണെന്ന് മാത്രം ചിന്തിക്കും. ഈ ലോകത്ത് നാം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പട്ടിണിയും നിന്ദയും അപമാനവും ദുഃഖങ്ങളും വേദനകളും ഇല്ലായ്മകളും മാറി ഒരുക്കുവാൻ ഒരു തുണിയില്ലാത്ത അവസ്ഥയും വയറ് നിറച്ച് കൊതിയോടെ ആഹാരം കഴിക്കാനും ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ചില നന്മകൾ ദൈവം തരുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിയിട്ടുണ്ട്. അത് നാളുകളിൽ സംഭവിക്കപ്പെട്ടോട്ടെ, അത് തെറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹമല്ല.
ദൈവത്തിന്റെ അനുഗ്രഹം നിത്യതയാണ്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ അനുഗ്രഹം നിത്യത. നിത്യതയാണ്. ഈ നിത്യത നമുക്ക് നഷ്ടപ്പെടുന്ന ഈ അനുഗ്രഹം ഒന്നും എന്തല്ല. അനുഗ്രഹം. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവത്തെ വിട്ടു പോകുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലേക്ക് വരുന്നെങ്കിൽ സ്തോത്രം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറും. എല്ലാവരും മാറും. മാറാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതും, നമ്മൾ മനുഷ്യരാണ്. ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ ആ റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യും? വഴുതാം. പക്ഷെ പെട്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും, ഇതിന്റെ വഴി തെറ്റുന്നു. സ്തോത്രം. സ്തോത്രം. ഏത് വഴി? ദൈവാനുഗ്രഹത്തിലേക്കുള്ള വഴി, ദൈവിക വാഗ്ദത്തത്തിലേക്കുള്ള വഴി. ആ വഴിയിൽ നിന്ന് നീ എന്ത് ചെയ്യും? നെല്ല് മാറുന്നു കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? റിട്ടേൺ ആണ്, തിരിച്ചു നടക്കണം. അങ്ങനെ തിരിച്ച് നടക്കുവാണെങ്കിൽ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? എങ്ങോട്ടാണ്? ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കാണ്, ദൈവിക നന്മകളിലേക്കാണ്. ഞാൻ പറഞ്ഞു വന്നത്, നന്മയാണ് 5 കാലത്തായി കിട്ടുന്നതെങ്കിൽ സന്തോഷം. പക്ഷെ ദൈവം നൽകുന്നത് ആ 5 കാലത്ത് ദുഃഖമുള്ളതാണെങ്കിൽ അത് നമുക്ക് എന്താണ്? പൗലോസിനെ കുറിച്ച് ആ വാക്യം പറഞ്ഞു. എനിക്ക് അതുകൊണ്ട് ആ ചിന്തയിലേക്കില്ല ഞാൻ പോയത്. പൗലോസ് കടന്നുപോയ വഴികളൊന്നും നോക്കി. പൗലോസ് കടന്നുപോയ വഴികളൊന്നും നോക്കി. സന്തോഷിക്കാൻ എന്തെങ്കിലും പറയും? ശുശ്രൂഷ തുടരാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ട്? ഞാൻ 51 ചൊവ്വാഴ്ചകളിലായിട്ട്, അതിനിടയിൽ ചില ചൊവ്വാഴ്ചകളിൽ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്നുള്ള ബൈബിൾ സ്റ്റഡി നടക്കുന്നത് ഗ്രൂപ്പിലാണ്. അനവധി ആളുകൾ കേട്ടോണ്ടിരിക്കും. എല്ലാ ചൊവ്വാഴ്ചകളിലും 7-8 ദിവസമായി ബൈബിൾ സ്റ്റഡി. 51-ാമത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ ക്ലാസ്, അതിനിടയിൽ കൂടെ ക്ലാസ്സിൽ കട്ടായിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പൗലോസിനെ പിടിച്ചു നിർത്തി ആ 13-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ട് വന്നാൽ ആ പൗലോസ് പോകുന്ന വഴി മഹാപുരോഹിതന്മാരടക്കമുള്ള ആളുകൾ പൗലോസിനെ പിടിച്ചു നിർത്തി പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ്. എന്താ പൗലോസ് ചോദിക്കുന്നത്? നീ എവിടെ നിന്ന് വന്നവനാടാ? നിന്നെ ആരാടാ കൈവച്ച് അനുഗ്രഹിച്ചേ? നിന്നെ ആരാടാ വേർതിരിച്ചേ? നിന്നെ ആരാടാ അപ്പോസ്തലനാക്കി? നീ ഏത് കോളേജിലാടാ പഠിച്ചേ? ഹലോ, ആരാ ചോദിക്കുന്നത്? വലിയ പുള്ളികളാ ചോദിക്കുന്നത്. എവിടെ ചോദിക്കുന്നത്? അന്ത്യോക്യയിലെ ചോദിക്കുന്നത്. ചെറിയ പട്ടണമല്ല, അവരുടെ സ്ഥലം. ഞാൻ ചോദിക്കും, ഞാൻ ആ വാക്കുകൾ ചോദിച്ചു, ചേട്ടാ പൗലോസേ, ലോകം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന നീ എന്തിനാണ് അവന്മാരുടെ കൂട്ടിനകത്ത് കയറി പോയി പറയാൻ പോകുന്നത്? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നു, ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പറയാനായിട്ട് ജനം ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. പക്ഷെ പൗലോസ് അവിടെ പറഞ്ഞു തുടങ്ങും. പൗലോസ് അവിടെ പറഞ്ഞു തുടങ്ങും. എവിടുന്നാ തുടങ്ങി? ആദാമിലാ തുടങ്ങി. വായിച്ചോ, ചരിത്രം മെല്ലെ ഇങ്ങോട്ട് തുടങ്ങുക. പ്രവാചകന്മാരുടെ ചരിത്രം, അവരെ നടത്തിയ വഴികൾ, നേരെ വന്ന് ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ ആവിസ്വന്തം പീഡാനുഭവങ്ങൾ, ക്രിസ്തുവിന്റെ ന്യായവിധി, ക്രിസ്തുവിന്റെ ക്രൂശുമരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്. ഒറ്റ പ്രസംഗം. പൗലോസിന്റെ ഒറ്റ പ്രസംഗം ഞാൻ ഈ പറയുന്നത്. 51 ചൊവ്വാഴ്ചകളിലായിട്ട് ഓരോ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഇപ്പോഴും എവിടെ നിൽക്കുന്നേ വിളിയും പകുതിയെ നിൽക്കുന്നേ. അത്രയും പ്രസംഗം പൗലോസ് ഒറ്റ നിപ്പിന് എന്ത് വാ അടയ്ക്കാൻ വന്നമാരുടെ വാ അടച്ചുകൊണ്ട് എന്ത് ചെയ്യുക? എന്നിട്ട് എന്ത് ചെയ്യുക? മസിലിട്ട് കാണിക്കുക. ജനം എന്ത് ചെയ്യും? പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, ഇവന്മാർ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, അടുത്ത ശവത്തിലേക്ക് വരണം, ഞങ്ങൾക്ക് ഇതിന്റെ പ്രസംഗം എന്ത് ചെയ്യാം? കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ യുദ്ധം. ആമേൻ. ഇത് ഒരു
യുദ്ധം. Praise the Lord. ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരും. ഈ ചോദ്യങ്ങളുടെ മുമ്പിലാണ് പൗലോസ് നിന്നോട് പറയാനുള്ള യോഗ്യത എന്തുകൊണ്ട് കുഞ്ഞ്? യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് എന്നാ പറയുന്നത്? യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് എന്നാ പറയുന്നത്? നിങ്ങൾ വലിയ പുള്ളികളാ, നിങ്ങൾ യേശുവിനോട് എന്താ ചെയ്തേ? യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? യേശു ഇപ്പൊ എന്തിയെ വൃത്തത്തില്ല കാരണം ഇപ്പൊ പറയാൻ പറ്റുമോ? യേശു ദൈവത്തിന്റെ വൃത്തം പറയാൻ പറ്റും? കാരണം കള്ളനെ അവിടെ എന്ത് ചെയ്യാം? പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ലെന്ന് പറയാൻ പറ്റുമോ? അവർ പച്ചയ്ക്ക് യോജിക്കുന്നു. അതിന്റെ 7 നമ്മളൊന്നും എത്തിയിട്ടില്ല. നമ്മളെന്തെങ്കിലും എങ്ങനെ എന്ത് ചെയ്യും? പുറകോട്ട്. പക്ഷെ പൗലോസ് ഒരു അടി പുറകോട്ട് എന്ത് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ മേൽ തന്നിരിക്കുന്ന സ്ഥലം അതേതാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഏത് ഫലം കഴിക്കാനാണ് നമ്മെ വെച്ചിരിക്കുന്നത് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. നമ്മെ ഏത് ഫലം കഴിക്കാൻ നട്ടിരിക്കുന്നുവോ ആ വൃക്ഷത്തിന്റെ ക്വാളിറ്റിയില നമ്മൾ നട്ടിരിക്കുന്നത്. ആ വൃക്ഷത്തിന്റെ ഫലം ദൈവമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദുഃഖമുള്ളതും കഷ്ടമുള്ളതും വേദനയുള്ളതും പ്രയാസമുള്ളതും ജീവിതമുള്ളതും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നിങ്ങളിൽ ഒരുവനെ എന്നെങ്കിലും കൂടെ രക്ഷിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ത്യജിക്കണം. ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തിരിക്കുന്നു? ഇതുകൊണ്ടുള്ള കാര്യങ്ങളെ പറയാം. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, അനുഗ്രഹ സന്ദേശങ്ങളാണ് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചില വാറ്റത്തങ്ങളുടെ നിവൃത്തിയായിട്ടുണ്ട്. അതുകൂടെ പറയാനില്ല. യോസേഫിനെ പ്രവാസത്തിലേക്ക് അയച്ചു. എന്തിനയച്ചു? യോസേഫിനെ പ്രവാസത്തിലേക്ക് ദൈവം അയച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തിന് കഷ്ടതയുടെ കാലത്ത് ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടി യോസേഫിന് മുന്നേ അങ്ങോട്ട് എത്തിയത്. അങ്ങനെ ദൈവം പ്രയാസങ്ങൾ, ചില പ്രതികൂലങ്ങൾ. ഞാൻ പറഞ്ഞ പ്രാർത്ഥന, ആബേലിന്റെ മരണം, ആ ദുഃഖം മാറാൻ വേണ്ടി ദൈവം അഭിഷേകത്തിന് നൽകിയ ദിവസങ്ങളൊക്കെ ദൈവം പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ദോഷത്തിനായി പക്ഷെ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ പ്ലാനുകളും ദൈവത്തിന്റെ പദ്ധതികളും ചിലപ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ ദൈവം ചെയ്യുന്നതിനുള്ളിൽ ദൈവത്തിനൊരു നിയോഗമുണ്ട്, ദൈവത്തിനൊരു രീതിയുണ്ട്. പൗലോസ് ഒരുപാട് കഷ്ടതയുടെ താഴ്വരയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പൗലോസ് എന്ത് ചെയ്തില്ല, ക്ഷീണിച്ചില്ല. പൗലോസ് തളർന്നുപോയില്ല, പൗലോസ് മടുത്തുപോയില്ല. പൗലോസ് പറഞ്ഞു, എനിക്ക് തന്നിരിക്കുന്ന ശൂലമായിട്ട് എന്നെ കുത്താൻ നിർത്തിയിരിക്കുന്ന പുള്ളിയാരാ? സാധാരണ ദൂതൻ. ഇത്രയും ഭക്തൻ ഇറങ്ങി നിൽക്കുന്ന ആരാ? സാധാരണ പൗലോസ് പറയുന്നത് എന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ്? സാധാരണ ദൂതൻ. നമുക്ക് കേൾക്കുന്നതിനെ പിടിക്കുന്നു. സാധാരണ ദൂതൻ പൗലോസിന്റെ കൂടെ എന്ത് ചെയ്യുക? ഇടയ്ക്കിടിക്കുന്നത് എന്ത് ചെയ്യുക? കുത്തുന്നു. പൗലോസ് പറയുന്നത് സാധാരണ ദൂതനെ ഒന്ന് മാറ്റി വെച്ചു. ദൈവത്തിന്റെ ദൂതനെത്താം. ഒരു ദൈവത്തിന് ഈ കുത്തുന്നവനെ ഒന്ന് മാറ്റി വെച്ചു, ഒന്ന് തടവുന്നവനെത്താം, ഒന്ന് തൂക്കുന്നവനെത്താം. അപ്പൊ തമ്മിലെ തന്നെ പറയുമോ? എന്റെ കൃപ നിനക്ക് കുത്തം ഒന്നേലേ നീ എന്ത് ചെയ്തു? ചിലരെ സമ്പന്നരാക്കത്തില്ല ദൈവം. എന്നെ സമ്പന്നരാക്കാത്തെ? ചിലർ ദരിദ്രരാക്കത്തില്ല ദൈവം. എന്താ ദരിദ്രരാക്കാത്തെ? ചിലർ രോഗികളാക്കത്തില്ല. എന്നെ രോഗികളാക്കാത്തെ?
ചിലർക്ക് സൗഖ്യം നൽകത്തേയില്ല. എന്നെ സൗഖ്യം നൽകാത്തെ സ്തോത്രം സ്തോത്രം. നിങ്ങൾ പോയത്. അതുകൊണ്ട് ആ 10 ദിവസം പറഞ്ഞ പത്രോസേ, നിന്നെ ചോദിച്ചോട്ട് വന്നതാ, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തില്ല. നിന്നെ എനിക്കറിയാം. ആമേൻ. നമ്മൾ സമ്പന്നരായ ആരാകുന്നു, നമ്മൾ ദരിദ്രരായ ആരാകുന്നു, നമ്മൾ രോഗിയായാൽ ആരാകുന്നു, നമ്മൾ ആരോഗ്യമുള്ളവരായാൽ ആരാകുന്നു ഒക്കെ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് നമ്മളെ ദൈവത്തിന് വേണമെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഏത് വഴിയിലൂടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെറുത് ചെയ്യുന്നു. ചിലർക്ക് 10 കാശ് കണ്ടു നോക്കി. ഈയിടെ ഒരാളെ ഞാൻ കണ്ടു, സമയത്ത് ഈയിടെ ഒരാളെ ഞാൻ കണ്ടു. അകപ്പാടെ 4ാം ക്ലാസ് പഠിത്തേ ഉള്ളൂ. പക്ഷേ 4ാം ക്ലാസ് പഠിത്തമേ ഉള്ളൂ. പക്ഷേ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചു. പക്ഷേ നന്നായിട്ട് പഠിപ്പിച്ചു. ഒരിടത്ത് പണിയെടുത്ത് കഷ്ടപ്പെടാം. കുഞ്ഞുങ്ങളെ എല്ലാവരും പഠിപ്പിച്ച് എല്ലാ അവധികളും ചെയ്തു. പോയി ഇഷ്ടംപോലെ പണം. കഴിഞ്ഞ ദിവസം ചെയ്ത് പോകുന്നതായിട്ട് പക്ഷേ നടക്കും. സ്തോത്രം. കൂടെ ഇട്ടു വയസ്സത്തിനുണ്ട് 19 ഒരു കൂടെ ഇട്ട് നിൽക്കുക. പക്ഷേ ബർമൂട ഇട്ട് കിട്ടിയതാ. ഇപ്പൊ വരാം എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയത്? ഇങ്ങനെ പറ്റിയത് എല്ലാം 10 കാശ് കണ്ടപ്പോ മറന്നു. എല്ലാം മറന്നു. ഇപ്പോ പറയേണ്ടി കഴിഞ്ഞ ദിവസം ഒരാള് ആണിനെ ഇവിടെ തന്നെ ഉള്ളയാളാണ്. മോളെ കല്യാണം വളരെ കണ്ണു തറച്ചത്. മോളെ കല്യാണം അപ്പൊ എന്നെ വന്ന് കല്യാണം വിളിച്ചു. ഞാൻ ചോദിച്ചു ആരെ കുറിച്ച് ആരൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നിനെ വിളിക്കാൻ പോയില്ല. എനിക്കൊരുത്തന്റെ ഒന്നും വേണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം മാസത്തിന്റെ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ദിവസങ്ങളിൽ വീടുകൾ എനിക്കറിയാം. അങ്ങനെ എന്ത് ചെയ്ത് വൈകിട്ട് പോയത് സങ്കടത്തോടെ പറയാം. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ വളർത്തി. പക്ഷെ കുഞ്ഞുങ്ങൾ പഠിച്ചു, അവർ ശ്രേഷ്ഠരായി, അവർ വിദേശ രാജ്യത്ത് പോയി, പണമായി, വസ്തു വാങ്ങിച്ചു, വീട് വെച്ചു, പട്ടണത്തിലാണ് പാർക്കുന്നത്. മോളെ കല്യാണം വന്നപ്പോൾ പറയാം, ഞാൻ ഒരുത്തനെ എന്ത് ചെയ്യുന്നില്ല, അത് പോട്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞു, എനിക്ക് ഒരുത്തന്റെ 10 കാശ് കാണുമ്പോൾ നീ ആരാകുന്ന ആർക്കറിയാം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയത്. നമ്മൾ ആരാകുമെന്ന് നമ്മൾ എന്താണെന്ന് ദൈവത്തിന് അറിയാം. നമ്മളെ അറിയാം. നമുക്ക് പോലും നമ്മളെ അറിയത്തില്ല, പക്ഷെ നമ്മളെ ദൈവത്തിന് അറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടുത്തെ പണമോ, ഇവിടുത്തെ ആരോഗ്യമോ, ഇവിടുത്തെ സൗകര്യമോ, ഇവിടുത്തെ പ്രതാപമോ, ഇവിടുത്തെ വസ്തുവകയോ, ഇവിടുത്തെ വീടോ, ഇവിടുത്തെ ഒന്നും അല്ല മക്കളെ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവം തരുന്നെങ്കിൽ വീഴും, പക്ഷെ ദൈവമാണ് വലുത്. ദൈവത്തിന് കഴിഞ്ഞ ഒന്നുമില്ല. അബ്രഹാമിനെ നോക്കിയേ, മോനല്ലേ അബ്രഹാമിന് വലുത് അല്ലേ? പക്ഷെ അബ്രഹാം എന്നാ പറയുന്നത്? എനിക്ക് ദൈവത്തോളം അല്ല മോൻ. ഇത് പറയാൻ നമുക്ക് പറ്റുമോ? സ്തോത്രം. പ്രാർത്ഥിപ്പാനും